ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനന്തൻ അച്യുതനെ വഴക്ക് പറയുകയാണ്. നിൻ്റെ മോൻ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, അങ്ങനെയൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീണ്ടും വീണ്ടും അലോക് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ടല്ല ചെയ്തത്, അറിയാണ്ട് പറ്റിയതാന്ന് പറയുമ്പോൾ അനന്തന് നല്ല ദേഷ്യം വരാൻ കേട്ടോ. അറിയാണ്ട് പറ്റിയെന്നോ, എന്ത് നിസ്സാരം പോലെയാണ് പറയുന്നത്. നീ എന്താ അവിടെ കാണിച്ചത്? ഒരു കുഞ്ഞു ജീവനല്ലടാ നഷ്ടപ്പെട്ടത്. പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, ദേവമംഗലത്തുള്ളവരുമായിട്ട് നമുക്ക് ശത്രുതയൊക്കെ ഉണ്ട്, വർഷങ്ങൾക്ക് മുന്നേ മുതൽ തുടങ്ങിയതാണ് എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഞാനങ്ങ് സമ്മതിച്ചിരുന്നു, നീ അങ്ങ് വിചാരിക്കണ്ട കേട്ടോ. അല്ല ഏട്ടാ, അത് അവന് ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞില്ലേ, നീ മിണ്ടാതിരിക്കടാ. അബദ്ധം പറ്റിയെന്നോ? വീണ്ടും അത് തന്നെയാണല്ലേ പറയുന്നത്. ഇത്രയും വലിയൊരു ദ്രോഹവും ചെയ്തിട്ട് അവൻ വീണ്ടും അബദ്ധം പറ്റിയെന്നോ? നീ എന്തിനാടാ ആ ദേവമംഗലത്തേക്ക് കയറി പോയത്? പറ, എന്തിനാ നീ? അപ്പോൾ തന്നെ ഉടനെ സുകന്യ പറയാണ്, അത് അനുമോള് കാണാൻ വേണ്ടിയിട്ട് ചെന്നാണെന്ന് പറയുമ്പോൾ, പറ, നീ എന്തിനാ അനുമോളെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്നത്? എന്തെങ്കിലും തരികട പണി ഉണ്ടോടാ എന്നൊക്കെ വീണ്ടും ഇവിടെ ആനന്ദം ചോദിക്കാൻ കേട്ടോ. അല്ല, അത് ഞാൻ വെറുതെ ഇതോടുകൂടി എല്ലാം അടക്കി വെച്ചോ, ഇല്ലെങ്കിലുണ്ടല്ലോ ഞാൻ എന്ത് ചെയ്യുന്നറിയാമല്ലോ. അല്ല, അത് അനന്തേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രാജശ്രീക്ക് 2 വഴക്കൊക്കെ കൊടുക്കുകയാണ്. പെട്ടെന്ന് സുകന്യം പറയുന്നുണ്ടോ, അയ്യോ ഏട്ടാ, അവനെ ഒന്നും പറയല്ലേ, അവൻ അറിയാണ്ട് ചെയ്തതാണ്, നീ മിണ്ടി പോരുത്, നിന്നോട് ഞാൻ സംസാരിക്കാൻ പറഞ്ഞില്ല, എല്ലാം ഒപ്പിച്ച് വച്ചിട്ടെന്നും പറഞ്ഞുകൊണ്ട് അനന്തൻ പറയുന്നുണ്ട്. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതുപോലെ എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചാലുണ്ടല്ലോ ഇനി കേസും കാര്യമായിട്ട് നടക്കാം. ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് നീ കാരണമാണെന്നും പറഞ്ഞ് അവർ കൊണ്ട് കേസ് കൊടുത്താലേ കുടുങ്ങും, അതോടുകൂടി എല്ലാം തീരും എന്നൊക്കെ പറഞ്ഞ് വിരട്ടിയിട്ട് നമ്മുടെ അനന്തൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. ആ സമയത്ത് സുകന്യ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര, അപ്പോൾ ഇവരാരും ഒന്നും അറിഞ്ഞില്ലായിരുന്നാ? ഞാൻ പറഞ്ഞിട്ടായിരുന്നോ അറിഞ്ഞത്? വേണ്ടായിരുന്നു എന്നിങ്ങനെ ചമ്മി നാറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അനുമോളാകെ തകർന്നു പോയില്ലേ. അനുമോള് കാരണമാണ് ഇതൊക്കെ സംഭവിച്ചെന്നുള്ള കാര്യം ഓർത്ത് അനുമോൾക്ക് വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ. ആ സമയത്ത് പുറത്ത് നമ്മുടെ ബാലനാണെങ്കിൽ ആ ഹാളിൽ വന്നിരിപ്പുണ്ട്. അവിടെ വന്നിരുന്ന ഒരുപാട് കരയനുണ്ട്. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാ കരയണമെന്ന് വെച്ചാൽ നമ്മുടെ അനുമോള് കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയാണല്ലോ, അവളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. രാവിലെ നടക്കാൻ പോയിട്ട് വരുമ്പോൾ വടയൊക്കെ കൊണ്ടുവരും എല്ലാവർക്കും കഴിക്കാനായിട്ട്. ആദ്യം അനുമോളാണ് ഓടി വരുന്നതും ബാലൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കുന്നതും ഒക്കെ. അപ്പോൾ എന്നിട്ട് അച്ഛന് ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യും. എന്താ ഓരോ കുസൃതിയെയും കുറുമ്പും അനുമോള് കാണിക്കുമല്ലോ. ബാലനത് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ ആര്യനോടോ മറ്റുള്ള മക്കളോടോ ഒന്നും ആ ഒരു സ്നേഹം പ്രകടിപ്പിച്ചിട്ടുമില്ല. അത് തന്നെ ഓർത്ത് ബാലൻ അങ്ങ് പൊട്ടി കരയാൻ കേട്ടോ. ഇതും കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗോമതി അങ്ങോട്ട് വരുന്നത്. അയ്യോ ബാലേട്ടാ, എന്ത് പറ്റി? ബാലേട്ടൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? എന്താ? കഴിഞ്ഞതൊക്കെ പോട്ടേന്നോ? നീ എന്താടി പറയുന്നത്? നിസ്സാരം പോലെ അങ്ങ് പറയാ അവള്, കഴിഞ്ഞതൊക്കെ പോട്ടേന്ന്. ഞാൻ ഓരോന്നും ഓർക്കായിരുന്നു. നമ്മുടെ അനുമോള്, അവളേക്കല്ലേ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ഞാൻ കൊടുത്തത്. വാരി കോരി കൊടുത്തില്ലേ. ഇവിടെ മറ്റുള്ളവർക്കെല്ലാം ചൂരൽ കൊണ്ട് ഞാൻ അടി കൊടുക്കുമ്പോൾ അവളെ ഞാൻ എൻ്റെ കൈ കൊണ്ട് തഴുകിയാണ് ഞാൻ വളർത്തിയത്. അങ്ങനെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. നിനക്കറിയാമല്ലോ അവളെ ഞാൻ എങ്ങനെയാണ് സ്നേഹിച്ച് കൊണ്ടുപോയതെന്ന്. ഈ കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടി, അവൾക്ക് കൊടുക്കുന്ന ലാളന ഞാൻ മറ്റുള്ള ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പറ. ആര്യനോ ആനന്ദിനോ അല്ലാതെ നമ്മുടെ മൂത്ത മകൾക്കോ അതുപോലെ തന്നെ ഇവിടെ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? നീ ഓർത്ത് നോക്ക്. അപ്പോൾ ആകാശന് കൊടുത്തിട്ടുണ്ടോ? പറ. അപ്പോൾ തന്നെ ഗോമതി പറയാം, ബാലേട്ടാ, അതൊക്കെ ഇപ്പോൾ ഓർക്കണം. ഞാൻ എൻ്റെ അന്തസ്സ് അഭിമാനം എല്ലാം നഷ്ടപ്പെടുത്തി. അവൾ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ട് കൂടെ നിന്നിട്ട് അവൾ ചതിച്ച് കളഞ്ഞല്ലേ. എന്തിനായിരുന്നടി അവൾ നമ്മളെ ഇങ്ങനെ ചതിച്ചത്? അപ്പോൾ ഇതെല്ലാം കേട്ടും കൊണ്ട് അനുമോൾ അവിടെ നിൽക്കാൻ കേട്ടോ. അനുമോൾക്ക് താങ്ങാനാവുന്നില്ല. കാരണം ബാലൻ ഇങ്ങനെ ഇരുന്ന് കരയണോ. അച്ഛനെന്ന് പറഞ്ഞ ജീവനാണല്ലോ അനുമോൾക്ക്. അപ്പോൾ ബാലൻ വീണ്ടും പറയുന്നുണ്ട്, അവളെ നമ്മൾ ഇത്രത്തോളം പഠിപ്പിച്ചു ഒക്കെ ചെയ്തു, അവൾക്ക് എങ്ങനെ തോന്നി ഈ അലോകിനോട് ഇങ്ങനെ പെരുമാറാനായിട്ട്? പറ. നീ പലതവണ എന്നോട് പറഞ്ഞിരുന്നു അനുമോളെ ശ്രദ്ധിക്കണമെന്നും അനുമോളെ താക്കിയതെന്നും അനുമോൾക്കെതിരെ വഴക്കുണ്ടാക്കിയൊക്കെ നീ ചെയ്തിരുന്നു. പക്ഷേ അന്നൊന്നും ഞാൻ വിശ്വസിച്ചില്ല. അന്നൊക്കെ ഞാൻ അവളെ വിശ്വസിക്കുകയാണ് ചെയ്തത്, അറിയാമോ? നീ പറഞ്ഞത് വിശ്വസിച്ചിട്ടുമില്ല. എൻ്റെ അനുമോളെ ഞാൻ വിശ്വസിക്കുകയും ചെയ്തു. അവൾക്ക് എങ്ങനെയാടി ഞങ്ങളെ ചതിക്കാൻ കഴിയുന്നത്? അവൾ കാരണം എന്തൊക്കെയാണ് ഇവിടെ നടന്നത്? എല്ലാം നിസ്സാരം പോലെ മറന്നു കളയാൻ പറയാനല്ലേ? ഒരു കുഞ്ഞു ജീവനാണ് ഇവിടെ ഇല്ലാതാക്കിയത്. നീ ഒരു കാര്യം ഓർത്തോ? അന്ന് അലോക് അടികൊണ്ട് ഇവിടെ കിടന്നപ്പോൾ അവൻ ചത്തെങ്ങാനും പോയിരുന്നെങ്കിലോ? പറ. നമ്മളെല്ലാവരും ഇന്ന് എവിടെ നിൽക്കുമായിരുന്നു? ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ വാതിൽക്ക് വരെ എത്തിയിട്ടല്ലേ തിരിച്ചു വന്നത്? ആ ഗതിയല്ലായിരുന്നു അന്ന്. ദൈവാധീനം ഉള്ളത് കൊണ്ട് മാത്രമാണ് അവൻ അന്ന് രക്ഷപ്പെട്ടു പോയത്. പിന്നെ നമ്മുടെ
ദേവിയും ആനന്ദും അവൻ്റെ രണ്ടുപേരുടെ സമനില എങ്ങനെയായി? പോരാന്നിട്ടൊരു കുഞ്ഞു ജീവൻ, ആ ജീവൻ അവൾ തകർത്ത് കളഞ്ഞില്ലേ? ഇതെല്ലാം ആര് കാരണമാണ്? ഈ അനുമോള് കാരണമല്ലേ? അവൾ വരുത്തി വെച്ച വെനയല്ലേ ഈ കുടുംബം മൊത്തം നാശത്തിലാക്കിയില്ലേ? എല്ലാവർക്കും മാനസിക സംഘർഷം തന്നില്ലേ? ഇത്രമാത്രം ഈ കുടുംബം തൊലഞ്ഞു പോകാനുള്ള ഒറ്റ കാരണക്കാരി ഈ അനുമോള് തന്നെയല്ലേ? ഞങ്ങൾ എത്ര സ്നേഹിച്ചു പറ. എന്നിട്ട് എനിക്ക് വയ്യ, എനിക്കിതൊന്നും ആലോചിച്ചിരിക്കാൻ വയ്യ. മനസ്സ് തകർന്ന് പൊട്ടിപ്പോവാണ് എൻ്റെ ഗോമതി. എനിക്ക് കരയാതിരിക്കാനും പറ്റുന്നില്ല. ഇതൊക്കെ ഞാൻ ആരോട് പോയി പറയും ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതിയുടെ അടുത്തിരുന്നുകൊണ്ട് ബാലനങ്ങ് പൊട്ടിക്കരയാൻ കേട്ടോ. ഗോമതിക്കും സഹിക്കാനാവണില്ല. പക്ഷേ ഇതൊക്കെ കണ്ട അനുമോളാകെ തകർന്നു പോയി. അച്ഛൻ ഇത്രത്തോളം മാനസികമായിട്ട് തകരുന്നത് ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് തന്നെ ഓരാഞ്ഞിട്ട് ഈ ഒരു കുഞ്ഞു ജീവൻ എല്ലാം മൊത്തത്തിൽ ആലോചിച്ചപ്പോൾ അനുമോൾക്ക് ഭ്രാന്തായി. അനുമോൾ നേരെ അകത്തേക്ക് ചെന്ന് വാതിലടച്ച് കുറേ കരയാൻ കേട്ടോ. എന്നിട്ട് സ്വയം വിചാരിക്കുന്നുണ്ട്, ഇനി ഞാൻ ജീവിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ കാരണമല്ലേ ഈ കുടുംബം ഇത്രത്തോളം കുട്ടിച്ചോറായത്? എനിക്കതിനുള്ള അവകാശമില്ല. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് കുറേ കരയും. എന്നിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ബുക്കും പേപ്പറും ഒക്കെ ഇരിക്കുന്നു കേട്ടോ. അതെടുത്തുകൊണ്ട് വന്നിട്ട് എഴുതാണ്. കാരണം ഞാൻ അച്ഛനെ ചതിച്ചു, മനഃപൂർവ്വമല്ല, പറ്റിപ്പോയതാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ കാരണമാണ് ഇപ്പോൾ ഇതെല്ലാം നടന്നത്. നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഏട്ടത്തിയുടെ കുഞ്ഞു പോയി. ഈ വീട്ടിലെ എല്ലാവരുടെയും സമാധാനം ഞാനായിട്ട് നഷ്ടപ്പെടുത്തി. അച്ഛൻ നാണക്കേട് വരുത്തി. എല്ലാം കൊണ്ടും ഞാനാണ് ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരി. അതുകൊണ്ട് എന്നോട് നിങ്ങൾ ക്ഷമിക്കണം അച്ഛനെ ഞാൻ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അച്ഛനെ എനിക്ക് ഇങ്ങനെയൊക്കെ വഞ്ചിക്കേണ്ടി വന്നതിൽ എനിക്ക് ഒരുപാട് ദുഃഖമുണ്ട്. അതുകൊണ്ട് അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതി വെക്കുന്നുണ്ട് കേട്ടോ, ആത്മഹത്യക്ക് വേണ്ടിയിട്ടുള്ള. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ എങ്ങനെയാണ് മരിക്കുക? അപ്പോഴാണ് 2 ആപ്പിളും ഒരു കത്തി അവിടെ ഇരിപ്പുണ്ട്. കഴിക്കാൻ കൊണ്ടുവച്ചതാണ് ഫ്രൂട്ട്സ്. ആ കത്തി എടുക്കണം കേട്ടോ അനുമോള്. എന്നിട്ട് കൈ അങ്ങോട്ട് നീട്ടി വെച്ച് കയ്യിലേക്ക് ആ ഞരമ്പ് കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വയ്ക്കുകയാണ്. വിറച്ച് ആ കത്തി അടുത്തേക്ക് കൊണ്ടുവരുന്നതും പെട്ടെന്ന് തന്നെ ഡോറിലൊരു മുട്ട് കേൾക്കാണ്. ആരാ? നമ്മുടെ മീനാക്ഷിയാണ്. അനുമോളെ വിളിക്കാൻ വന്നിരിക്കുക കേട്ടോ, കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. അനുമോളാകെ പേടിച്ചു പോവാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പെട്ടെന്ന് തന്നെ വെപ്രാളം പിടിച്ച് വീണ്ടും മീനാക്ഷി കിടന്ന് തട്ട. അനുമോളെ വാതിൽ തുറക്കടി, എന്താ നിനക്ക് ഇത്ര താമസം? വാതിൽ തുറക്കാനല്ലേ പറഞ്ഞത്? അപ്പം നമ്മുടെ അനുമോള് പെട്ടെന്ന് തന്നെ ആ കത്തി എവിടുന്നാ എടുത്ത് അവിടെ തന്നെ കൊണ്ടുവച്ചിട്ട് ഓടിപ്പോയി മുഖവും കണ്ണും ഒക്കെ നല്ലപോലെ തുടച്ച് കരഞ്ഞ് കലങ്ങിയതാണല്ലോ. ഒന്നും അറിയാത്ത പോലെ പതിയെ ഡോറ് തുറക്കാട്ടോ. ഡോറ് തുറന്ന് മീനാക്ഷി നോക്കുമ്പോൾ തന്നെ മീനാക്ഷിക്ക് ഒരു പന്തികേട് തോന്നുന്നുണ്ട്. ഇവളുടെ നിൽപ്പും പരിങ്ങലും. എന്താ മോളെ, എന്താ പറ്റിയത് നിനക്ക്? നീ എന്താ ഇത്ര വൈകിയത് ഡോറ് തുറക്കാനായിട്ട്? ഞാൻ എപ്പോഴും നിന്നെ വിളിക്കുന്ന. അപ്പോൾ തന്നെ ഇവിടെ അനുമോളൊന്നും മിണ്ടണില്ല കേട്ടോ. മീനാക്ഷി പതിയെ അകത്തേക്ക് കയറി നോക്കുമ്പോൾ ബെഡിലാണെങ്കിൽ ഒരു കത്ത് എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഒരു പേപ്പറിൽ. മീനാക്ഷിക്ക് പെട്ടെന്ന് തന്നെ എന്തോ തോന്നി. അവന് അനുമോള് കഥവങ്ങാനും വലിച്ചടച്ചാലോ എന്ന് പേടിച്ച് പെട്ടെന്ന് അകത്തേക്ക് തള്ളി മാറ്റി അകത്ത് കയറാട്ടോ. അപ്പോൾ മീനാക്ഷി തടയാണ് നമ്മുടെ അനുമോള്. ഓടിപ്പോയി ആ കത്തെടുത്ത് വായിക്കുമെന്ന് വെച്ചിട്ട്. പക്ഷേ മീനാക്ഷിയും അനുമോളെ തടഞ്ഞ് നിർത്തിക്കൊണ്ട് ആ കത്തിനെ വലിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് വായിച്ച് കഴിയുമ്പോൾ തന്നെ മീനാക്ഷി ആകെ തകർന്നു പോയി. മരിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മഹത്യാക്കുറിപ്പ് എഴുതി വച്ചേക്കുന്നവള്. ഇത് വായിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അനുമോളം മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, ഒരൊറ്റ അടി അങ്ങോട്ട് വെച്ച് തന്നാലുണ്ടല്ലോടി, എന്ത് പരിപാടിയാടി നീ കാണിച്ചു വച്ചിരിക്കുന്നത്? അവൾ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നോ? നീ മരിക്കാൻ പോവാണോ? നീ മരിച്ചിട്ട് എന്ത് ചെയ്യാനാ? ചേച്ചി, ഞാൻ കാരണമല്ലേ ഈ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ ആയത്. എൻ്റെ അച്ഛൻ വിഷമിക്കേണ്ടി വന്നത്. എനിക്കിനി ജീവിച്ചിരിക്കാൻ അവകാശമില്ല. ശരി, നീ പറയുന്നു നീ കാരണമാണ് ഇവിടെയെല്ലാം ഇങ്ങനെയൊക്കെ പറ്റിയെന്ന്. അങ്ങനെയാണെങ്കിൽ നീ മരിച്ചു കഴിഞ്ഞാൽ ഈ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുമെന്നാണോ? അപ്പോൾ നിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ സന്തോഷം തിരിച്ചു വരുവാന്നാണോ? എടി, അതിൻ്റെ ഇരട്ടി വിഷമം നീ കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. മോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് ഏട്ടത്തിയോട് സംസാരിക്കണം. എന്താ മോൾക്ക് പറയാനുള്ളത്? ചേട്ടത്തി, ഞാനല്ല അലോകിനെ വിളിച്ച് ഇതിനകത്ത് കയറ്റിയത്. പിന്നെ അവനോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞതാ, ഇങ്ങോട്ട് വരരുതെന്നും പറഞ്ഞതാ. അത് മറികടന്ന് അവനായിട്ട് ഇവിടെ വന്ന് കയറിയതാണ്. ഞാനായിട്ട് വിളിച്ചതല്ല. എനിക്കറിയാം മോളെ, മോളൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ അതിനുള്ള പരിഹാരം ഇതാണോ? ആത്മഹത്യയാണോ? ഇങ്ങനെയുള്ള ചിന്തയൊന്നും നല്ലതല്ല. ഇതൊക്കെ വലിച്ചു കീറി ദൂരെ എറിയാനുണ്ടോ മീനാക്ഷി? എന്നിട്ട് പറയാണ്, നമുക്ക് ഈ കുടുംബം തിരിച്ച് പഴയ പോലെ കൊണ്ടുവരണ്ടേ സമാധാനത്തോടു കൂടി? അതിന് മോള് മരിക്കല്ല വേണ്ടത്. നമ്മൾ ഒത്തൊരുമയോടുകൂടി എല്ലാവരും പരസ്പരം സംസാരിച്ച് കാര്യങ്ങളെല്ലാം ശരിയാക്കി കൊണ്ടുവരാൻ വേണ്ടത്. ഏട്ടത്തിയുടെ കുഞ്ഞ് ഞാൻ കാരണമല്ലേ നഷ്ടപ്പെട്ടത്? നീ കാരണമാണോ? അവൻ കാരണമല്ലേ നഷ്ടപ്പെട്ടത്? എന്നാലും ഞാനൊരു കാരണക്കാരിയാണെന്ന് അച്ഛൻ പറയണത്. അതുമാത്രമല്ല, ഞാനായിട്ട് അലോകിനെ ഇവിടെ വിളിച്ച് വരുത്തിയിട്ടില്ല എന്ന് ഞാൻ എങ്ങനെയാണ് അച്ഛനോട് പറഞ്ഞു കൊടുക്കുക? ഞാൻ ഇനി പറഞ്ഞാൽ അച്ഛൻ അത് വിശ്വസിക്കുമോ? ആര് വിശ്വസിക്കും? ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് എനിക്ക് അച്ഛനെ വിശ്വസിപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് മരിച്ചോളാമെന്ന് ഞാൻ തീരുമാനിച്ചത്.
മോളെ നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. മരിക്കുന്നത് എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാന കാര്യം. നമുക്ക് എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചെടുക്കണം. നമ്മളെ ഏട്ടത്തെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ടേ. പിന്നെ ആനന്ദേട്ടൻ്റെ അവസ്ഥ കണ്ടില്ലേ, തിരിച്ചു കൊണ്ടുവരണ്ടേ. ഈ തെറ്റെല്ലാം ചെയ്ത ആലോകന് നമുക്ക് ശിക്ഷ കൊടുക്കണ്ടേ. എല്ലാം വേണം. പിന്നെ അച്ഛൻ നിന്നെ വിശ്വസിക്കും, ഞാൻ പറയാം. പിന്നെ അതുമാത്രമല്ല, നീ ഇപ്പം ചെയ്യണം, സമാധാനത്തോടെ ഇരിക്കുക. ഇങ്ങനെയുള്ള കടുങ്കയൊന്നും ചെയ്തേക്കരുത്. പറഞ്ഞു കേട്ടോ. ഏട്ടത്തിക്ക് വേണ്ടിയിട്ട് നീ അങ്ങനെ ചെയ്യല്ലേ മോളെ. ഇല്ല ഏച്ചി, അങ്ങനെയൊന്നും ചെയ്യില്ല. മോളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഏട്ടത്തിക്ക് നന്നായിട്ട് അറിയാം. അത് അച്ഛനെ ബോധിപ്പിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് നമുക്ക് ബോധിപ്പിക്കാന്നുള്ളതേ ഉള്ളൂ. അച്ഛൻ അതെല്ലാം മനസ്സിലാവും. പക്ഷേ അതിന് സമയം കൊടുക്കണം. ഇപ്പോൾ ആകെ മനസ്സ് പൊട്ടിയിരിക്കുകയാണ് അവരെല്ലാവരും. ഇത്രയും പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ട് അവരുടെ മുന്നിൽ പോയി നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് വിശ്വസിക്കില്ല. അതുകൊണ്ട് കുറച്ച് സമയം കൊടുക്കണം. അവരുടെ മനസ്സൊക്കെ ഒന്ന് തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം അച്ഛനെ. അതുവരെ നീ അബദ്ധമൊന്നും കാണിച്ചു കളയല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി നല്ല സമാധാനം കൊടുത്ത് അനുമോളുടെ ആ മനസ്സൊന്ന് മാറ്റിയെടുക്കാട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്